കരിഞ്ഞ പാടുകൾ മായുന്നില്ല ഇവിടെ നിന്ന്. വംശഹത്യയുടെ 11ാം വർഷത്തിലേക്ക് എത്തുമ്പോഴും. चर्चा होती है, लेकिन गुजरात ने अपने विकास की यात्रा के मॉडल में एक बात का ध्यान रखा है। हम सिंगल पिलर पर अपना टैंक खड़ा करना नहीं चाहते और इसलिए हमने हमारे पूरे डेवलपमेंट मॉडल को 3 आधार पर डेवलप किया है। 1/3 एग्रीकल्चर, 1/3 industry and 1/3 service sector. ഈ അവകാശവാദത്തിൽ കഴമ്പില്ലെന്ന് പറയാനാകില്ല. വിസ്താരമുള്ള റോഡുകൾ, ബസ്സുകൾ ഓടാൻ മാത്രം പ്രത്യേക പാതകൾ, യാത്രക്കാർക്ക് കയറാനുമിറങ്ങാനും അത്യാധുനിക ഷെൽട്ടറുകൾ. വ്യവസായ പാർക്കുകൾ. വികസനക്കുതിപ്പിന്റെ ഉദാഹരണങ്ങളായി ഉയർത്തിക്കാട്ടപ്പെടുന്നു ഇവയെല്ലാം. നരേന്ദ്രമോദിയും BJPയും മാത്രമല്ല, ഗുജറാത്തിനെ മാതൃകയാക്കൂ എന്നുറക്കെ പറയുന്നവരിൽ മറ്റു പാർട്ടികളുടെ നേതാക്കൾ പോലുമുണ്ട്. അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി എന്തു ബന്ധമെന്ന് അന്വേഷിക്കുകയാണ് ട്രൂത്ത് ഇൻസൈഡ്. ഗുജറാത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതാണോ ഇപ്പോൾ നടപ്പാകുന്ന വികസനമെന്ന് അന്വേഷിക്കുമ്പോൾ മിഥ്യയും സത്യവും ബോധ്യമാകും. വികസനത്തിന്റെ അളവുകോലായി ഗുജറാത്ത് സർക്കാരും BJPയും മുന്നോട്ട് വയ്ക്കുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ തോതാണ്. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നതും ഇതേ അളവുകോൽ തന്നെ. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദന നിരക്ക് 6% താഴെ നിൽക്കുമ്പോൾ ഗുജറാത്തിൻ്റേത് 11%. വളർച്ചയുടെ ഈ കണക്കുകൾ കൊണ്ട് തന്നെ ഖണ്ഡിക്കുന്നവരുണ്ട്. മാധവ് സിംഗ് സോളങ്കിയും അമർ സിംഗ് ചൗധരിയും ചിമൻഭായ് പട്ടേലുമൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്ത് ഇപ്പോഴുള്ളതിനേക്കാളധികം വളർച്ചാ നിരക്കുണ്ടായിരുന്നു എന്ന വസ്തുത അവർ ചൂണ്ടിക്കാട്ടും. വ്യവസായ വാണിജ്യ മേഖലകളിൽ ഗുജറാത്തുകാർ മുൻകാലത്ത് തന്നെ കാട്ടിയിരുന്ന ഔത്സുക്യം വളർച്ചയുടെ അടിസ്ഥാന ഘടകമാണെന്ന് പറയുകയും ചെയ്യും. ഇതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദശകത്തിലെ ഗുജറാത്തിന്റെ വികസനത്തെക്കുറിച്ച് നരേന്ദ്രമോദി വലിയ പ്രചാരണം നടത്തുന്നത്. ഈ മാതൃകയിൽ ഇന്ത്യയിൽ വികസനമുണ്ടാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ജനജീവിതത്തെ ഈ അവകാശവാദവുമായി താരതമ്യം ചെയ്താൽ കാര്യങ്ങൾ ഭിന്നമാണ്. ഇത് രാം റഹീം നഗർ. പച്ചപ്പട്ടാണി തൊലിപൊളിച്ചെടുക്കുകയാണ് ഈ സ്ത്രീകൾ. 1 കിലോ തൊലിപൊളിച്ചെടുത്താൽ കിട്ടുന്നത് 4 രൂപ. ദിവസം 10 കിലോ തൊലിപൊളിച്ചെടുത്താൽ കിട്ടുക 40 രൂപ. ഇതുവച്ച് കുടുംബം പുലർത്തുന്നവർ നിരവധിയുണ്ടിവിടെ. പുരുഷന്മാരുടെ പ്രധാന തൊഴിൽ അടുത്തുള്ള പച്ചക്കറി ചന്തയിൽ ചുമടെടുപ്പാണ്. ദിവസക്കൂലി പരമാവധി 50 രൂപ. यहाँ अब तो छूटक मजदूरी करते हैं. जमालपुर जाते छूटक मजदूरी, वो पोट का उसकारने, बस पोट का उसकार के आके भी तो भी पूरा नहीं पड़ता है. तो कोई कभी कुछ ना कुछ काम करते रहते हैं ऐसे घर का. कोई तुवे ला के फोलते, कोई मटर ला के फोलते, ऐसे काम कर रहे हैं. 35-40 रुपये एक का, 3 रुपया 4 रुपया बस. एक बचके का, हाँ, एक पोट के का. हाँ, एक लेके जावे ने बाहर तो कोई अच्छा होता 5 देवे, नहीं तो 4 रुपया देवे बस. 3 रुपये देवे, 4 रुपये देवे, ऐसा 5 रुपये 30-40 रुपया कमा के आते तो यहाँ आवे तो क्या यहाँ पानी की परेशानी. ഈ ചേരിയുടെ വിശേഷങ്ങൾ ഇനിയുമേറെയുണ്ട്.
രാജ്യത്തെ മഹാനഗരങ്ങളിൽ 7ാമത്തെ സ്ഥാനമുണ്ട് അഹമ്മദാബാദിന്. നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ചേരിയിൽ 5000-ഓളം കുടുംബങ്ങൾ വസിക്കുന്നു. കുടിവെള്ളമില്ലാതെ, ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ. ഇത്തരം ചേരികൾ നിരവധിയുണ്ട് അഹമ്മദാബാദ് നഗരത്തിൻ്റെ പാർശ്വങ്ങളിൽ. എല്ലായിടത്തും കൂടി താമസിക്കുന്നത് പതിനായിരങ്ങൾ. അവിടെ നിന്നൊക്കെ ഇത്തരം സംഭാഷണങ്ങൾ കേൾക്കാനുമാകും. ना यहाँ पे नहीं है कोई स्कूल, वहाँ पे दूर है बहुत स्कूल, बहुत दूर है, 5 किलोमीटर दूर है। बच्चा पढ़ने के लिए जाता कैसे पढ़ता है? वो चल के जाता है, हाँ बहुत दूर है ना, इसलिए चल के जाता है। बहुत परेशानी होती है, बहुत तकलीफ होती है बच्चे को, पढ़ने के लिए जाते नहीं है, बहुत दूर है ना, इसलिए बच्चे भेजते हम स्कूल तो वहाँ पे जाके घूमते फिरते नहीं जाते, कि बहुत दूर है इसलिए नहीं जाते। ഇവരെ എങ്ങനെ വികസനത്തിന്റെ ഭാഗമാക്കാമെന്നതിന് ഉദാഹരണമാണ് സബർമതി നദിക്കരയിലെ ഉയരുന്ന ഈ മനോഹര തീരനഗരം. ഇങ്ങനെ സുന്ദരമാക്കുന്നതിന് മുമ്പ് 15,000-ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർത്തിരുന്നു ഈ തീരത്ത്. ഒരു വലിയ ചേരി അതിടിച്ചു നിരത്തിയാണ് ഇവിടം സുന്ദരമാക്കിയത്. അപ്പോൾ ഇവിടെ പാർത്തിരുന്നവരോ? അവരെങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. റേഷൻ കാർഡോ മറ്റു തിരിച്ചറിയൽ രേഖകളോ ഇല്ലായിരുന്നു ഭൂരിഭാഗം പേർക്കും. അവരെ ഇറക്കിവിടാൻ പ്രയാസമുണ്ടായില്ല. തീരത്ത് അനധികൃതമായി കുടിയേറിയവരെ ഒഴിപ്പിക്കാൻ നിലവിലുള്ള നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന് തുണയായുണ്ടായിരുന്നു. കർഷകരുടെ സ്ഥിതിയും ഭിന്നമല്ല. 4 ജില്ലകളിലായി കഴിഞ്ഞ 3 മാസത്തിനിടെ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 45. സർദാർ സരോവർ പദ്ധതി പൂർത്തിയാക്കി, ജലസേചന സൗകര്യമൊരുക്കി, കാർഷികോൽപാദനം വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നതിനിടയിലാണ് കർഷകർ സ്വയം ജീവനൊടുക്കുന്നത്. सही में आम आदमी का डेवलपमेंट नहीं है। आज गुजरात के अंदर बीपीएल का जो गरीब लोग हैं उनको रहने के लिए घर नहीं है, बहुत से लोगों को खाने के लिए अन्न नहीं है, फिर भी बोला जाता है गुजरात नंबर 1 है। गुजरात नंबर 1 है सिर्फ पैसादार लोगों के लिए। आज किसान मर रहे हैं, किसानों को बिजली नहीं है, पानी नहीं है, सड़क नहीं है। ഈ കഥകൾക്ക് മറുപടി ഈ കമ്പനികളാണ്. ബോഷും ഫോർഡും ടാറ്റയുമടക്കം കമ്പനികൾ. അതിൽ കൊട്ടിഘോഷിക്കപ്പെട്ടതാണ് ടാറ്റയുടെ നാനോ പ്ലാന്റ്. സിംഗൂരിൽ നിന്ന് പിന്മാറാൻ ടാറ്റ നിർബന്ധിതമായപ്പോൾ സാനന്ദിലെ 11,000 ഏക്കർ സ്ഥലം ചെറിയ വിലയ്ക്ക് ഏറ്റെടുത്ത് നൽകി നരേന്ദ്രമോദി സർക്കാർ. എന്നാൽ അദാനിക്കും അംബാനിക്കും ടാറ്റയ്ക്കും ഭൂമി ദാനം പോലെ കൊടുക്കുകയാണെന്ന ആരോപണം ശക്തമാണ്. ഇതിലൂടെ സർക്കാർ ഖജനാവിനുണ്ടാകുന്ന നഷ്ടം വലുതാണെന്നും. मुंद्रा पोर्ट अहमदाबाद से 110 किलोमीटर दूरी पर पड़ता है और वहाँ सरकार ने, मोदी सरकार ने, गुजरात सरकार ने उसका डेवलपमेंट के लिए 15 गांवों की ज़मीन सस्ते में एक्वायर कर लिया। करीबन 8,000 करोड़ रुपए की ज़मीन वो एक्वायर करके गौतम अदानी की कंपनी है, उसको सिर्फ 80 करोड़ में दिया। और इस तरीके से 15 गांवों के खेडूतों के पास जो अपनी ज़मीन थी वो चली गई और ये बिग बिजनेसमैन जो अदानी हैं उसको दिया। और अदानी को ऐसे भी मोदी साहब बहुत खुश रखते हैं। अभी भुज में एक गवर्नमेंट हॉस्पिटल था बहुत बड़ा, वो भी अदानी को दे दिया। कॉम्पनसेशन को गवर्नमेंट फिक्स जो करती है वही मिलता है, ज़्यादा मिलता है ना। अब गरीब आदमी कोर्ट जा नहीं सकता है, उसके पास और पैसा नहीं है लड़ने के लिए कोर्टों में, तो बेचारा जो कुछ मिला वो लेके वहाँ से चला जाता है। നിക്ഷേപം നടത്താനെത്തുന്നത് ആരായാലും അവർക്ക് പരമാവധി സൗകര്യമൊരുക്കി കൊടുക്കുക എന്നതാണ് സർക്കാർ ചെയ്യുന്നത് എന്നാണ് ഇതിനുള്ള മറുപടി. ഇങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെ എങ്ങനെ ജീവിത നിലവാരം ഉയർത്തുമെന്നും ചോദ്യം. 11-12 साल में कम से कम अलग अलग डिस्ट्रिक्ट और तहसील में 800-900 जितने उन्होंने ऐसे गैदरिंग करके सबको जो सहाय मिलनी चाहिए वो देने का काम उन्होंने किया है। 6 वाइब्रेंट गुजरात उन्होंने किया है गुजरात में, उसमें एक गुजरात की पहचान पूरे विश्व में उन्हें खड़ी कर दी। कांग्रेस के शासन में कभी ये चिंता नहीं की गई थी।
आज आप कच्छ में जाइए, आज आप दरियाई पट्टी पे जाइए, तो वहाँ पर पहले कुछ नहीं था, वहाँ रोजगारी की कोई नई तक नहीं थी, क्योंकि वहाँ डेवलपमेंट हुआ, ट्रांसपोर्ट हुआ, रास्ते भी इतने चौड़े हो गए, 4 लेन रास्ते हो गए. അവകാശവാദം ഇതാണെങ്കിലും ചില കണക്കുകൾ ഇതിനോട് യോജിക്കുന്നില്ല. പോഷകാഹാരക്കുറവുള്ള കുട്ടികളുടെ എണ്ണം ഇവിടെ 20 ലക്ഷമാണ്. തൊഴിലെടുക്കുന്ന കുട്ടികളുടെ എണ്ണം 83,855. ഇതെല്ലാം ഔദ്യോഗിക കണക്കുകൾ മാത്രം. All these facilities are not provided in government schools. So most of the parents like to place their child in a private school as compared to government schools. Sometimes in slum areas, all the students in the government schools are of backward classes. All the parents of that child are totally illiterate. ഇതിനേക്കാൾ മോശം കണക്കുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചേക്കാം. പക്ഷേ വികസനത്തിന്റെ വലിയ വാദങ്ങൾ ഉയർത്തുമ്പോൾ കണക്കുകൾ കൂടുതൽ പ്രസക്തമാകുന്നു എന്ന് മാത്രം. കുറഞ്ഞ കൂലിക്കുള്ള അവകാശം പോലും ഗുജറാത്തിൽ നിഷേധിക്കപ്പെടുകയുമാണ്. There are certain developments in the infrastructure in Gujarat, primarily because there is a lot of industries coming in to Gujarat with their small amounts of capital. It's not that very large capital is inflowing, and primarily this capital is flowing into Gujarat for two reasons. One is that the labor laws are hardly enforced. Now coming back to the first question, it is diluted. Most of the time minimum wages are not paid, and today the government sources are themselves saying that so far as the ratio of the value that goes to the labor compared to the ratio of the value that goes to the employer, Gujarat stands at a very, very low level. So the exploitation, this factor essentially gives the exploitation factor, is one of the highest in Gujarat. Legal management is extremely poor. In fact, it is a form of a crony capitalism going on. Whoever gets to know the government or the ministers closely, they get a free hand over the resources, including the land. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമുള്ളതാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും വിശദീകരണമുണ്ട്. Decentralized development has been a government's agenda since last 10 years, and the rural areas is, as per the data, the recent economist recently visited across Gujarat. He wrote a book about it. The data says that since last 2010 was much improved in rural development as per the data, and it has been a great achievement for the government, and the rural development is leaping towards upper middle class model, and it will be a role model for the states also. गवर्नमेंट ऑफ इंडिया की जो सहाय मिलती है, गुजरात गवर्नमेंट की जो योजना है, उसका पूरा लाभ रूरल एरिया के लोगों को मिले, उसकी सतत वो चिंता करते हैं. सरकार के अधिकारी और सरकार के मंत्री और चीफ मिनिस्टर प्रोजेक्ट तैयार करके गवर्नमेंट ऑफ इंडिया को भेजते, तब उसकी अप्रूवल मिलती है, और उसके अप्रूवल के बाद समय सर वो काम पूरा होता है कि नहीं होता है, उसका मॉनिटरिंग, उसका फंक्शनिंग सब देखने की जिम्मेदारी राज्य सरकार की है. और गुजरात में नरेंद्र मोदी के शासन में जो डेवलपमेंट हुआ है, ऐसा डेवलपमेंट किसी की सरकार में नहीं हुआ है. കേന്ദ്ര പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നുവെങ്കിൽ രജീന്ദർ സച്ചാർ കമ്മിറ്റി ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച പദ്ധതികൾ നടപ്പാക്കാത്തതെന്തുകൊണ്ടെന്ന ചോദ്യമുയരുന്നു. 2002 വംശഹത്യക്കിടെ അഭയാർത്ഥികളായി മാറിയവരുടെ പുനരധിവാസം എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ലെന്ന ചോദ്യവുമുയരുന്നു. All rehabilitation work was done by NGOs, not by the government. And at every nook and corner, government is trying to make hurdles. Still, we are fighting for the civil amenities for those rehabilitation colonies which were built by NGOs. And Gujarat government has not accepted up till now that they have the right
to be rehabilitated by the government. This Gujarat government feels that Sachar committee reports, and after that the 15-point program regarding minority education, which central government have formulated the schemes, pre-matric scholarship and post-matric scholarship. The Gujarat government feels that these schemes are discriminatory. So still the Gujarat government is not ready to disburse those scholarships and not ready to pay the state share. ഉയർത്തിക്കാട്ടപ്പെടുന്ന വ്യവസായ നേട്ടങ്ങൾക്കുമുണ്ട് തകരാറുകൾ. 11,000 ഏക്കറിൽ ടാറ്റ നാനോ പ്ലാന്റ് സ്ഥാപിച്ചപ്പോൾ സാനന്ദിലെ പ്രദേശവാസികൾക്കാർക്കും അവിടെ തൊഴിൽ ലഭിച്ചില്ല. സുരക്ഷാ ഗാർഡുമാരായി ഏതാനും പേർ നിയമിക്കപ്പെട്ടു എന്ന് മാത്രം. ഇക്കാണുന്ന നാനോ കാറുകൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. 10,000-ലധികമുണ്ടിവ. ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കാതെ ഇനി ഉൽപ്പാദനം സാധ്യമല്ല. പ്ലാന്റ് നിർത്തിയിട്ടിരിക്കുന്നു. ഈ പദ്ധതികൾക്കായി ഏറ്റെടുത്തതിൽ ഏറെയും കൃഷിഭൂമിയായിരുന്നു. വരാനിരിക്കുന്ന പദ്ധതികൾക്കായി ഇനിയും ഭൂമി ഏറ്റെടുത്ത് മാറ്റിയിട്ടിട്ടുമുണ്ട്. 2 കൊല്ലത്തിനിടെ തരിശിടപ്പെട്ടത് 2 കോടി ചതുരശ്ര മീറ്റർ സ്ഥലമാണെന്നാണ് ഏകദേശ കണക്ക്. നഗരങ്ങൾ വികസിക്കുകയും ഗ്രാമങ്ങൾ ശോഷിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗുജറാത്തിന്റെ ശരീരം ആരോഗ്യപൂർണമാണെന്ന് അവകാശപ്പെടാനാകുക? വിശാലമായ റോഡുകളുണ്ടാകുന്നു. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കപ്പെടുന്നു. വ്യവസായ സംരംഭകന് ഒരൊറ്റ ദിവസം കൊണ്ട് പദ്ധതി നടപ്പാക്കാൻ അനുവാദം ലഭിക്കുന്നു. പക്ഷേ ന്യൂനപക്ഷങ്ങളും ദളിതുകളും ഇരകളാക്കപ്പെടുകയും സാധാരണ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ചെയ്യുമ്പോൾ വികസനമിവിടെ പണക്കാരുടെയും മുന്നാക്കജാതിക്കാരുടെയും മാത്രമാണ്. The first Land Reforms Act which see the light of enactment in India was the Saurashtra Land Reforms Act, under which 55,000 landless farming labourers belonging to Patel community got 12 lakh acres of land. But despite thousands of Dalits belonging to the same class of farming labourers, Dalits did not get an inch of land. Then Dalit starts movement, demanding the lands which they are tilling be regularized and given them the possessions. Not an inch of land is given. Following this struggle by the Dalits, government of Gujarat comes up with Gujarat Agricultural Land Ceiling Act, under which Dalits were supposed to be given more than 2 lakh acres of lands. 40 years have gone by, no land is given. പതിനൊന്ന് കൊല്ലം മുമ്പത്തെ ഫെബ്രുവരിയിൽ വർഗീയവാദികൾ കൊന്നും ചുട്ടും നശിപ്പിച്ച ഗുൽബർഗ സൊസൈറ്റിയാണിത്. കരിയുടെ പാടുകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയ ജീവിതങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരികയുമില്ല. When Modi became the CM of Gujarat, Gujarat's position was at number 8 in Human Development Index. It has slipped down to position number 13. Is this the vibrant Gujarat he's all the time boasting of? In a recent survey, it is found that Gujarat has 96 types of untouchability being practiced in more than 1,500 villages. Gujarat has more than 1 lakh manual scavengers. Hundreds of Dalits have been socially boycotted over the period of 1.5 decades. But in not a single case, state would intervene. So the obvious question that comes to my mind, just not as a Dalit, but as an ordinary citizen, that is this the vibrant Gujarat that Narendra Modi is all the time boasting of? What kind of sadbhavna he is extending to Dalits, minorities and ordinary people?